വളരെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നത് ഓഗസ്റ്റ് 31-ാം തീയതിയാണ്. അതായത് ഈ ഒരു മാസത്തിൻ്റെ എൻഡിലാണ്. നിലവിൽ ഒരു 10-15 ദിവസം കഴിഞ്ഞ് പോയൊരു സ്ഥിതിക്ക് ഇനിയും ഏകദേശം ഒരു 20 ദിവസം കൂടി മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാനായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകളും ട്രാൻസ്ഫറുകളിൽ കൂടുതൽ എൻഗേജ് ആവേണ്ട ടൈമായിരുന്നു ഇത്. നിലവിലെ പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം ഒരു മന്ദഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല ടീമുകളും ട്രാൻസ്ഫറുകൾ ഹോൾഡ് ചെയ്യുകയും താരങ്ങൾക്ക് സാലറി കട്ട് തുടങ്ങിയ നീക്കങ്ങൾ നടത്തുകയും അവരുടെ മേലിൽ അത് അടിച്ചേൽപ്പിക്കുകയൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ക്ലബ്ബുകളെ കുറ്റം പറയാനും സാധിക്കാനായിട്ട് വരാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ക്ലബ്ബുകൾക്കും വലിയൊരു നഷ്ടം നേരിട്ടേക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്കെല്ലാവർക്കും പറയാം, ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു സ്ട്രക്ചർ വെച്ച് പല ടീമുകളും ഇപ്പോഴും നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ലെവലിലല്ല ഉള്ളത്. ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലീഗ് സിസ്റ്റവും അതിൽ ഒരു നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നടന്നു പോകാനുള്ള എമൗണ്ട് മാത്രമേ പല ടീമുകൾക്കും ലഭിക്കുന്നുള്ളൂ. ഒരു വശത്ത് അങ്ങനെയാണെങ്കിൽ മറൊരു വശത്ത് പല ടീമുകൾക്കും അതുപോലും ലഭിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈദരാബാദ് എഫ് സി തന്നെ വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സിറ്റുവേഷനിലൂടെയൊക്കെ തന്നെ പലപ്പോഴും കടന്നു പോയിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഇന്ത്യയിലെ നിലവിലെ ഫുട്ബോൾ ക്ലബ്ബുകൾ നേരിടുന്ന, അതായത് എസ്പെഷ്യലി ISL ക്ലബ്ബുകൾ നേരിടുന്ന പ്രതിസന്ധി ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കാരണമല്ല. അതായത് നിലവിൽ എല്ലാ ക്ലബ്ബുകളും നേരിടുന്ന പ്രതിസന്ധികൾ, അത് ഫിനാൻഷ്യൽ ആവട്ടെ മറ്റ് തരത്തിലുള്ള ലീഗ് സിസ്റ്റത്തിൻ്റെ ആവട്ടെ എന്തുമായിക്കോട്ടെ, അത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കാരണമല്ല എന്നാണ് നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ മുൻപോട്ട് വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഇതിന് പിന്നിൽ, അതായത് നിലവിൽ ഈ ഒരു ക്ലബ്ബുകളെല്ലാം നേരിടുന്ന പ്രതിസന്ധിക്ക് പിന്നിൽ സ്വയം പരിഷ്കർത്താക്കൾ എന്ന് കരുതുന്ന ചിലരാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. പലരുടെയും അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പോൾ തന്നെ പല ആളുകളുടെയും, ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയും പേരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് മാറി നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. നിലവിൽ ഒരു ISL സീസൺ തുടങ്ങേണ്ട ടൈം പീരീഡിലേക്കാണ് പോകുന്നത്. അതായത് സെപ്റ്റംബർ മാസത്തിൽ ഉറപ്പായും, അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു മാസത്തോടുകൂടി തന്നെ തുടങ്ങുന്ന ISL സീസൺ നിലവിൽ ഡിസംബറിലേക്ക് ആയിരിക്കാം തുടങ്ങുന്ന സിറ്റുവേഷൻ. ഒരുപക്ഷേ ഈ ഒരു FSDL ആണ് വാക്ക് തന്നിട്ടുള്ളത് ISL സീസൺ ഈ ഒരു സീസണിൽ നടക്കുമെന്നുള്ളത്. പലപ്പോഴും FSDL വാക്കുകൾ തെറ്റിക്കുന്ന സിറ്റുവേഷനും നമ്മൾ FSDL പോട്ടെ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ, അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പലപ്പോഴും വാക്കുകൾ തെറ്റിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ FSDLുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് ടേം കരാർ നീട്ടാനായിട്ടുള്ള, അതായത് ഈ ഒരു സീസൺ ISL 12ാം സീസൺ നടത്തിയതിന് ശേഷം പിന്നീട് വരുന്ന ഒരു ബ്രേക്കിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ തന്നെ പെട്ടെന്ന് ഒരു ലോങ് ടേം കരാറിന് വേണ്ടിയുള്ള ഡിസ്കഷൻ ആരംഭിച്ചാൽ മതിയെന്നാണ് പല ക്ലബ്ബുകളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നും ആരാധകർ കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളൊന്നാണ്. സോ ഉറപ്പായും പറയുകയാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിലവിൽ ക്ലബ്ബുകൾ നേരിടുന്ന പ്രതിസന്ധികൾ. ഒന്നെങ്കിൽ ISL സീസൺ നടക്കാനായിട്ടുള്ള പൂർണ്ണമായൊരു ആക്ട് ഉടൻ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നിലവിലൊരു 11 സീസൺ ISL സീസൺ നടന്നു ഉള്ളതാണ്. ISLൽ ഇനി വരുവാണ്ട് പോകുന്നത് 12ാം സീസണാണ്. അതിന് മുമ്പായിട്ട് FSDLുമായി ബന്ധപ്പെട്ട്, അതായത് MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും കൂടി ഒരു ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ഒരു ഫുട്ബോൾ സ്ട്രക്ചർ തന്നെ മാറുകയുള്ളൂ എന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. സോ നിലവിൽ നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഒരു മികച്ച സീസൺ കൂടി, ISL സീസൺ കൂടി കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോബ്ലം എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് കല്യാൺ ചൗബെ നേരത്തെ തന്നെ ആരാധകർ അറിയിച്ചിട്ടുണ്ടായതാണ് നേരത്തെ നടത്തിയുള്ള മീറ്റിങ്ങിൻ്റെ ബേസിസിൽ. സോ ഉടൻ തന്നെ മറ്റൊരു മീറ്റിംഗ് കൂടി കല്യാൺ ചൗബെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ISLൻ്റെ സൂപ്പർ കപ്പിൻ്റെ ഫിക്സ്ചർ ഡിസൈഡ് ചെയ്യേണ്ടത് അത് ഉടനെ തന്നെ നടന്നേക്കാം. സോ കണ്ടു തന്നെ അറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താവുമെന്നുള്ളത്.